ചേട്ടാ അനീഷ് ചേട്ടന്റെ ഫാനാണല്ലേ? എന്താ പേരെന്താ? അതുൽ. എവിടെ സ്ഥലം എവിടെയാ? വൈക്കം അമ്പലത്തിനടുത്ത്. അപ്പൊ ഇവിടെ ഇപ്പൊ അനീഷ് ചേട്ടന്റെ വീടിനടുത്ത് നിന്ന് അനീഷ് ചേട്ടന്റെ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ആയിട്ടുള്ള. അപ്പൊ ചേട്ടൻ എപ്പോ വന്നതാ? ഞാൻ രാവിലെ 10 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ് വയറ്റില്. ഓ, രാവിലെ വയറ്റിൽ നിന്ന് ഇവിടെ എത്തിയതാണല്ലോ. അപ്പൊ അത്രക്ക് കട്ട ഫാനാണ് അനീഷ് ചേട്ടന്റെ. മാത്രമല്ല, നമ്മുടെ കൂട്ടുകാർ വന്നിട്ടുണ്ടോ? ക്ലബ്ബ് വന്നിട്ടില്ല. പലരും പല പണിക്ക് പോയിരിക്കും. ഇവരെയൊക്കെ ചേട്ടനപ്പൊ അനീഷ് ചേട്ടൻ ഇത്രയും ഫാൻ ആവാനായിട്ട് എന്താ കാരണം? അത് 6 ദിവസം നമ്മൾ വെറും 6 ദിവസം കണ്ടായിരുന്നു. പുള്ളിയുടെ പെർഫോമൻസ് അതിനകത്ത് നമുക്ക് ഗ്രേറ്റ് ആയി തോന്നി, ഇഷ്ടപ്പെട്ടു. ഇവിടെ പ്ലേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലേ നല്ലതായിരുന്നു, വളരെ ഗംഭീരമായിരുന്നു. അതെ, പുള്ളിയുടെ ഒരു ഡയലോഗാണ് നമുക്ക് എല്ലാവർക്കും. പിള്ളേരിന്നും നമ്മുടെ യൂട്യൂബോ വീഡിയോ എടുത്ത് നോക്കിയാൽ തന്നെ അവരെ അത് പറയുന്നത് സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ വെറൈറ്റീസാണ്. അതാണ് കണ്ട ഫാനായത്. പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് നമ്മളേതാണോ പുള്ളിനെ പലരും ചവിട്ടിത്താത്തിയിട്ടുണ്ട്. പുള്ളി ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല. മറ്റേ അക്ബർ വലിച്ചെറിയുവാണെങ്കിലും അത് വലിച്ചെറിഞ്ഞാലും പുള്ളി അതൊന്നും പ്രതികരിച്ചില്ല. അതാണ് പുള്ളിയുടെ പ്ലസ് പോയിന്റ്. പുള്ളിയുടെ പെർഫോമൻസും അതുപോലെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും പുള്ളി ബിഹേവ് ചെയ്യണ എല്ലാവരും രീതിയാണ്. ആരും എന്ത് പറഞ്ഞാലും പുള്ളി അതിനൊന്നും മറുത്തു പറയത്തില്ല. 100 ദിവസം നിന്ന് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ടാണ്. അനീഷേട്ട കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നല്ലേ? അത് മതിയായിരുന്നു. അനീഷേട്ടൻ അടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അതെ, സുപ്രഭാതം ബിഗ് ബോസ് എന്നുള്ള അതാണ് വെറൈറ്റി ആയിട്ട് തോന്നിയത്. പിന്നെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും പെർഫോമൻസും എല്ലാം പക്കയാണ്, 100%. ലാലേട്ടൻ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്ന നമ്മൾ അറിഞ്ഞിട്ടില്ല. അതാണ്. പിന്നെ പലരും PR ഒക്കെ ആണല്ലോ വന്നത്. അനീഷേട്ടന് PR ഉണ്ടായോ? PR ഇല്ലായിരുന്നു. അനീഷേട്ടനെ ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുമായിരുന്നു. ജനങ്ങളിലാണ് പുള്ളിനെ ഇവിടം വരെ എത്തിച്ചത്. ഒരു കോമണറായിട്ട് വന്നിട്ട് ഇവിടം വരെ എത്തി. അതെ, ഞാനാണെങ്കിലും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കണം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അനീഷേട്ടൻ 100 ദിവസം നിന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അത് അദ്ദേഹത്തിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടെ. ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞല്ലോ, ഇനിയായാലും അനീഷേട്ടന്റെ ഫാനായിട്ട് തന്നെ തുടരും. അങ്ങനെ തുടരും. ഞങ്ങളുടെ തന്നെ ഇപ്പോൾ 2 ഏരിയയായിട്ടുണ്ട്. മോഹൻലാൽ ഫാൻസിന്റെ ഫോൾ കൾച്ചർ ഫാൻസ് നിങ്ങളുടെ നാട്ടില് അവർ 2ആയിട്ട് പിരിയും. ഫാൻ ഫൈറ്റ് ആവും. എന്നാലും ചേട്ടൻ കട്ടക്ക് അനീഷേട്ടന്റെ ഫാനായിട്ട് തന്നെയാണ്. ശരി.